ജെന്നിഫർ ലോറൻസ്. ശരിയാക്കിട്ടുണ്ട് കേട്ടാ. വിനോദ ഉണ്ടല്ലേ വിനോദ ബോംബെ പോയിട്ട് അവിടെ വെച്ച് സാനിയ മൽഹോത്ര കണ്ടത്. ആരാ സാനിയ മൽഹോത്ര? സാനിയ മൽഹോത്ര ആരാന്നറിയില്ലേ? ഇവനൊക്കെ ഇവിടെ ഈ പെൺകുട്ടി ദങ്കൽ സിനിമയിൽ അനിയെത്തി. മനസ്സിലായില്ല? എന്തോന്നു നിനക്കൊന്നും പറഞ്ഞ മനസ്സിലാവൂല. മര്യാദക്ക് വിളിച്ചപ്പോ പോയാ മതിയായിരുന്നു. മണ്ടത്തരം. ഇങ്ങനെ ഒരു ചാൻസിന് കിട്ടത്തില്ല. മിസ്റ്റേക്ക് മാൻ. എന്തായി? നന്നായിട്ടുണ്ട്. എടാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവളുടെ മൂസാസായിട്ടൊന്ന് വിളിക്കൊള്ളാം. ഇത് എന്താണ് ഒരു കുന്തൊക്കെ? ഇതൊന്നും ശരിയാവില്ല. നിനക്കെന്നോട് പല വൈരാഗ്യമുണ്ട്. അതിനിങ്ങനെയല്ല പോകാൻ പോകുന്നത്. നിനക്ക് പാകമെന്ന് അറിയാൻ വേണ്ടി തന്നതല്ലേ. ഇത് പാകല്ല. അത് നിങ്ങൾ ഇത് ഇട്ടോക്ക്. ഇതൊരു സ്റ്റൈലിഷിന്റെ സ്വാതന്ത്ര്യത്തേക്ക് എടുത്താൽ നിൽക്കുന്നില്ല. നീ ഇപ്പോ മോഡൽസിന്റെ സ്റ്റൈലിംഗ് തുടങ്ങിയ ആവശ്യം വന്ന് ചിലപ്പോ. മീനാക്ഷി, മീനാക്ഷി ഇത് കേട്ടാ? പാർലറിൽ പോയി. ചുമ്മാ എത്ര ധൈര്യം. പെട്ടെന്ന് വേണ്ട, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന്. ഈ ജീൻസ് ആണെങ്കിലേ അത്യാവശ്യം ഒരു സാധനം എടുക്കണം. എന്ത്? സിപ്പൊക്കെ ഉള്ളതല്ലേ? എന്ത് സാധനം? സാഗർ എലിയാസ് ജോക്കി. ഇവിടെ വൃത്തിയിട്ടവനോട് പെമ്പിളേരൊക്കെ ഉള്ളതാ. അതെങ്കിലും ആലോചിച്ചിട്ട് എടാ ഞാനിപ്പോഴും ഇടുന്നതാണ്. ഇപ്പം ഉറങ്ങായിരുന്നല്ലേ? ഉറങ്ങുമ്പോ ജാക്കി പോലും ജോക്കി ഇടാറില്ല. ഞാനിവിടെ വായിച്ചു. എടാ സത്യത്തിലേ ഈ കോട്ടും സൂട്ടും ഒക്കെ വേണോ? ഞാൻ നമ്മുടെ CIA ദുൽഖർ സൽമാനെ പോലെ ഒരു വെള്ള ഷർട്ടും മുണ്ടും കണ്ണൂർ ലാമ്പുള്ളവരെ നിനക്ക് അറിഞ്ഞൂടാ പോ എന്ന് കാച്ചിരാം. നിന്റെ അച്ഛന്റെ പേരെന്താന്ന് പറഞ്ഞു? അച്ഛന്റെ പേര് ഇന്ദുഗോ. നൈസായിട്ട് എന്റെ തന്തയ്ക്ക് പറഞ്ഞു. ഇന്ദുഗോപന്റെ മകൻ. ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നത് കേക്ക്. എടാ നീ ഒരു പെൺകൊച്ചിനെ കൊണ്ട് ഡേറ്റിനാണോ പോകുന്നത്? അല്ലാതെ വിളിക്കാത്ത സാധ്യമാണല്ല. എല്ലാത്തിനും ഒരു രീതിയില്ലേ. നമ്മൾ റെസ്റ്റോറന്റ് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ സ്പൂണും ഫോക്ക് ഉപയോഗിക്കാറില്ലേ? ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യാറില്ലേ? അധികം ഒച്ച ഉണ്ടാക്കാതിരിക്കാറില്ലേ? അതുപോലെ തന്നെ വിചാരിച്ചാൽ മതി. ഡ്രസ്സ് അത്രേ ഉള്ളൂ അല്ലേ? എടാ മുണ്ട് അടിപൊളി ഐറ്റം തന്നെയാണ്. പക്ഷെ ലൈഫിൽ പുതിയ പല കാര്യങ്ങളും ട്രൈ ചെയ്യണ്ടേ? അപ്പം നിങ്ങളുടെയൊക്കെ അഭ്യർത്ഥന മാനിച്ച് DIG സൂട്ട് ഇടാൻ തീരുമാനിച്ചു. ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ തന്നെ നീ നിന്റെ ഏതെങ്കിലും കൂറ ഡ്രസ് ഇട്ട് പോയാൽ മതി. കണ്ടോ അപ്പോഴേക്കും പെടുന്നു. നിന്റെ ഈ ദേഷ്യമാണ് നിന്റെ എല്ലാ മോഡൽസിനും ഇഷ്ടം. അല്ല അത് ഏത് മോഡല്? മീനാക്ഷി ഇവൻ പാർലറിൽ പോയി. നീ എത്ര പ്രാവശ്യം പറഞ്ഞു? ഫേഷ്യലിന് 4000 രൂപയാ. പതുക്കെ പറ. നീ ഇതാ ചെയ്യാൻ പോണ്? ഇവിടെ ഇത്രയ്ക്കൊക്കെ ആവും. ഒക്കെ ക്വാളിറ്റി പ്രൊഡക്ട്സാ, ചാത്തനല്ല. പക്ഷെ നമ്മളുടെ ഫേഷ്യൽ ചെയ്യാനല്ല വന്നേക്കണേ. പിന്നെ എന്ത് താങ്ക്യാ വന്നേ? വില വിവര പട്ടിക നോക്കാൻ വേണ്ടി വന്നതാ? ഞാൻ നല്ലൊരു ഹെയർ കട്ട് ചെയ്യാൻ വന്നതാ. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഗുഡ് ഗേൾ. 1300 രൂപ. എന്ത് ഇതൊക്കെ പറ. നീ ഇവിടെ വന്നേ, നമുക്ക് പോവാം. പിടിക്കും. എന്റെ മുടി വെട്ടിയിട്ടേ ഒരു കാശ് പോലും ആയില്ല. അതറിയോ? എന്തേ? എന്റെ മുടി ഞാനാ വെട്ടിയ. ബെസ്റ്റ്. എന്ത് ബെസ്റ്റ്? ഓഫീസിൽ എല്ലാവരും എന്റെ പിന്നാലെ അടക്കിയത് എവിടെന്നാ വെട്ടി, ആരാ വെട്ടിയ ചോദിച്ചിട്ട്. ഇത്രക്കൊക്കെ വേണോ എന്റെ ലക്കി? അതാ ചോദിച്ചേ. ഇത്രക്കൊക്കെ വേണം. നമുക്ക് വീട്ടിൽ പോവാം. 1300. ഞാൻ ഇന്ന് ഹെയർ കട്ട് ചെയ്തിട്ടേ വരുന്നുള്ളൂ. മാഡം ഒന്ന് വരൂ. 1300 രൂപയ്ക്ക് എന്താ ചെയ്യാൻ പോണോ നോക്കട്ടെ. എന്ത് വേണം? ഷേവ് ചെയ്യണമായിരുന്നു. ചെയ്തരൂ. എന്റെ ഫ്രണ്ടാ, ഒന്നും വിചാരിക്കരുത്. ഹെയർ കട്ടാണല്ലേ? എങ്ങനെ വേണം? എന്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട്, ഞാൻ കാണിക്കേ. ഓക്കെ. ഇതാ ഇതുപോലെ. ഓ നൈസ്. അയ്യേ ഇതാ നീയാ? എന്ത്? നല്ല കോലുണ്ട് കാണാൻ. എനിക്ക് ചേരൂ ഇത്. എന്റെ മീനു നിനക്കിത് ചേരില്ല. പൊട്ട ഐഡിയ അത്. അതെങ്ങനെയാ? എന്റെ മുഖത്തിന്റെ അതേ ഷേപ്പാണല്ലോ സാനിയയുടെ. എനിക്ക് നന്നായിട്ട് ചേരും. പെർഫെക്റ്റ് ആയിരിക്കും. ഉണ്ടേ ഒന്നല്ല, ഞാൻ ഇപ്പൊ നല്ലോണം തടി ഓർന്നിട്ടുണ്ട്. എന്റെ മീനു നിനക്കിത് പറഞ്ഞാ മനസ്സിലാവാത്തെ. ഇങ്ങടെ എഴുന്നേറ്റേ. നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ അവളുടെ മുടി വൃത്തിയേടായി കഴിഞ്ഞാ. നിങ്ങളൊന്ന് പോയേ. അവിടെ പോയിരിക്കേ. ഞാനൊന്ന് സമാധാനം ചെയ്യട്ടെ. ചെല്ല്, ഗുഡ് ഗേൾ അല്ലേ? എന്റെ മീനു എനിക്ക് ചെല്ല് പ്ലീസ്.
ആദ്യം നമുക്ക് ഹെയർ വാഷ് ചെയ്യാം. ആ ശരി. ഈ രണ്ട് മെഴുതിരികൾക്ക് രണ്ടു പേരാണ്. എന്താണ് അതിന്റെ അർത്ഥം? അടുക്കളയിലും എഴുതി തീർന്നു എന്നർത്ഥം, വേറൊന്നുമില്ല. സർ വാട്ടർ. യെസ് വാട്ടർ. യെസ് പ്ലീസ്. യെസ് പ്ലീസ് Okay. വാട്ടർ. താങ്ക്സ് പറ. ഇവനോട് താങ്ക്സ് പറയാനായിട്ടില്ല. ആദ്യം ഇവന്റെ മൊത്തത്തിൽ ഈ പരിപാടി വിജയിക്കാൻ നോക്കട്ടെ, എന്നിട്ട് പറയാം ഇവനോട് താങ്ക്സ്. അതല്ല, വെള്ളം ഒഴിച്ചു തന്നതിന് വെയിറ്ററോട് താങ്ക്സ് പറയാം. ആ വെള്ളത്തിന് കൂടി നമ്മൾ കാശ് കൊടുക്കുന്നില്ല, പിന്നെ എന്തിനു വെയിറ്റ് താങ്ക്സ് പറയുന്നത്? ഇവനത് സമാനപ്പെടും. DIG, ആ നീ ഒരു മാന്യനാണ് ആ എന്ന് ഇടയ്ക്കിടയ്ക്ക് അവളെ വിശ്വസിപ്പിക്കാൻ നോക്കണം, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ. മനസ്സിലായോ? താങ്ക്സ്. ഓക്കെ, ആ. ബാക്കി പറ. ഇങ്ങനെ വേണം ഇവനോട് പറഞ്ഞു കൊടുക്കാൻ. DIG ശ്രദ്ധിച്ച് കേൾക്കണം. നീ പറ മുത്തേ. ഓൾറെഡി ടേബിളിലെ മെനു ഇരിപ്പുണ്ടാവും. ഓക്കെ. അതെടുത്ത് മറ്റേ പത്രം വായിക്കുന്ന ഒരു ഒച്ചരൊന്നും വായിക്കരുതട്ടാ. അയ്യോ. ആ സമയെടുത്ത് മെനു വായിച്ചാൽ മതി. ഓക്കെ. അതിനിടയിൽ ഇടയ്ക്ക് ഒന്ന് തലയൊക്കെ ഒന്ന് പൊക്കി ചുറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് നൈസ് ആംബിയൻസ് റൈറ്റ് എന്ന് പറയണം. ഓക്കെ. എന്ത് പറയും? റൈറ്റ് ആംബിയൻസ് കൊള്ളാന്ന് പറയും. അയ്യേ, എടാ റൈറ്റ് ആംബിയൻസ് എന്നല്ല, നീ അവളോട് ചോദിക്കാണ് ഇവിടെ നല്ല അന്തരീക്ഷമാണല്ലേ എന്ന്. അല്ലേ എന്ന റൈറ്റ്. ഓ റൈറ്റ്. ആ. അത് നീ പറഞ്ഞു തരണ്ടേ? നീ എന്തിനാണ് പിന്നെ ഇംഗ്ലീഷ് സിനിമ കാണുന്നത്? റൈറ്റ്. ബാക്കി പറ. ആദ്യം സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്യണം. അത് മെയിൻ ഫുഡിന് മുമ്പ് കുറിക്കാനുള്ള ഐറ്റംസ് അത് ഞാൻ പറയും. എന്ത് ഓർഡർ ചെയ്യുമ്പോഴും അവൾക്ക് എന്താ വേണ്ടതെന്ന് നീ ചോദിക്കണം. പിന്നെ അത് ഞാൻ ചോദിക്കും. എന്നിട്ട് ഞാനും എന്തെങ്കിലും പറയും. നീ എന്ത് പറയും? ഞാൻ പൊറോട്ടയും ബീഫ് പറയും. വണ്ടർഫുൾ. അപ്പൊ ശരി. എടാ 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 പൊറോട്ടയും ബീഫും നിനക്ക് ഇഷ്ടമല്ല, ഞാൻ പറയുന്നില്ല. എന്താണ് പറയേണ്ടത്? ഡാ, എടാ എനിക്കൊന്നും അറിയാഞ്ഞിട്ടല്ലടാ. അപ്പൊ ഇങ്ങനത്തെ ഒരു സീനിന്റെ സിനിമയിലൊന്നും നീ ഇതെങ്ങനെ എഴുതും? അതൊരു ചോദ്യമാണ്. ആ ഇതുപോലെ ചോദ്യചിഹ്നം പോലെ അവളുടെ മുമ്പ് പോയി ഇരിക്കരുത്. നീ ഒരു പണിയായി, അവൾ എന്ത് ഓർഡർ ചെയ്യുന്നോ അത് തന്നെ സെയിം നീ ഓർഡർ ചെയ്താൽ മതി. ആ. നമ്മളെന്തായാലും ഭക്ഷണം കഴിക്കാനല്ലോ അവിടെ പോകുന്നത്. പിന്നെ എന്തിനാ പോകുന്നത്? ഭക്ഷണം കഴിക്കാനല്ലേ പോകുന്നത്? അപ്പോ ദീപു എങ്ങനെ വരണേ? ഞാനൊരു ഊബർ വിളിച്ച് വരാനുള്ള പരിപാടിയായിരുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഒരു 6 മണിയാകുമ്പോൾ റെഡിയായി നിന്നു. ഓക്കെ അപ്പൊ ശരി. ഓക്കെ ഓക്കെ. എടാ അവള് പറഞ്ഞ് പിക്ക് ചെയ്യാൻ വരാം. അതാണ് അവക്ക് വിവരമുണ്ട്. മീനു, നീ മുടി വെട്ടി എങ്ങനെ ഉണ്ടാവും കാണണം. നോക്കട്ടെ. ഞാൻ എഡിറ്റ് ചെയ്തതാ. ആ കൊള്ളാലോ. ഇറ്റ്സ് നൈസ്. നൈസാ. ഈ ഈർക്കിലില്ലേ ഈർക്കിലി, അതിന്റെ മുകളിൽ വെള്ളക്കെ കുത്തിവെച്ച പോലെ ഉണ്ട്. നിനക്ക് തലയ്ക്ക് നല്ല സുഖല്ലേ മീനു? ഓഫീസിൽ എല്ലാവരും കളിയാക്കും നിന്നെ. പിന്നെ കരഞ്ഞിട്ട് എന്റെ പുറകിൽ ഓടി വരരുത് കേട്ടാ. ഇനി ഡിസ്റ്റർബ് ചെയ്താൽ ഞാൻ സെക്യൂരിറ്റി വിളിക്കൂട്ടോ. പ്ലീസ് ഗോ. നിങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല പിന്നെ ദേ മീനു, നിനക്ക് ഇന്ന് തലയ്ക്ക് എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഇതൊക്കെ എനിക്ക് തലയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഈ ഹെയർ കട്ട് ചെയ്യണ അവയ്ക്ക് വേണ്ടിയാ. അവയ്ക്ക് വേണ്ടിട്ടാ. അവയ്ക്ക് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലാണ് ഇഷ്ടം. മാഡം പ്ലീസ് ഒന്ന് പുറത്തു പോയേ. അല്ല അത് ഞാൻ പോയേ. അതെ, കുറച്ച് സമയം കൂടി ഉണ്ട്. നീ ഇരുന്ന് ആലോചിക്കും. മാഡം പ്ലീസ്. അവിടെ പോയി ഇരിക്ക്. നൈസ്. ഹേയ്, ഇത് കൊള്ളാലോ. ഇത് ആര് എഡിറ്റ് ചെയ്തേ? കൊള്ളാന്നാ. നിനക്ക് വേറെ ഒരു ഹെയർ സ്റ്റൈലും കിട്ടിയില്ലേ? എനിക്കോ? നീയല്ല അവളെ ഈ കോലത്തിലാക്കിയത്. ഞാൻ ഫോട്ടോയിലെല്ലാം ആക്കിയുള്ളൂ. നീയല്ലേ പറഞ്ഞവളോട് മുടി മുറിക്കാൻ? ദേട്ട് അവള് പാർലറിൽ കയറി ഇരിക്കുന്നുണ്ട്. മുടി മുറിക്കാനാ? ആ, നീ മുടി മുറിക്കാൻ പറഞ്ഞില്ലേ അവളോട്? എടാ, ഞാൻ അവളോട് മുടി ഒതുക്കി വെക്കാനാ പറഞ്ഞത്. അവള് ലെവൽ ചെയ്യാൻ പോയേക്കണെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ദേ ഇങ്ങനെ കാരണം മുടി മുറിച്ചിട്ടുണ്ടെങ്കിൽ മേലെ വീട്ടിലേക്ക് തിരിച്ചു ചേർന്ന് പറയട്ടെ അവളോട്. അയ്യോ, ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യ്. Totally misunderstanding.
മീനു നീ മുടി മുറിച്ച് അങ്ങോട്ട് ചെന്നാ അവൻ വീട്ടേക്ക് ഇട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ വേണേ കേട്ടാ. മീനു നീ എന്ത് പോട്ടത്തിനെ കാണിക്കാൻ പോകുന്നത്? നിന്നോട് ആരെങ്കിലും മുടി വെട്ടാൻ പറഞ്ഞേ? തേങ്ങാക്കോല നീ വീട്ടിലേക്ക് വന്ന്. നീ ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാ ഇവര് നിന്റെ മുടി മുഴുവൻ മുറിച്ചെടുക്കും. ചേച്ചി പൊട്ടിയന്റെ ചളിങ്ങന്റെ ഒക്കെ ബില്ല് തന്നോളൂ കേട്ടോ. ബില്ലോ? അപ്പൊ മുടി വെട്ടിയാ? വെട്ടിയില്ലടാ കൊരങ്ങ, ഇത് വേറെയാ. ഇവക്ക് എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നുന്നു? ഹായ്. ഇതാരാ മനസ്സിലായില്ല? ഓഹോ, മനസ്സിലാവാത്തത്ര ഗ്ലാമറായി പോയി. അതുകൊള്ളല്ലോ. അപ്പൊ ഇങ്ങോട്ടാ കേറ്, വണ്ടി എടുക്ക്, ഞാൻ പറയാം. ഞാനത് കേട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കണോ? അയ്യോ വേണ്ട മേഡം, എന്നാ ഞാൻ ഓടിച്ചോളാം. ഓ, പെൺകുട്ടി വണ്ടി ഓടിക്കുമ്പോ സൈഡിലിരിക്കാൻ മടിയാണോ? ഇതിപ്പം മെയിൽ ഷോയിനിസും പ്രശ്നമൊന്നുമല്ല കേട്ടത്. അതായത് എനിക്ക് വണ്ടി ഓടിക്കാൻ വലിയ ഇഷ്ടമാണ്. വണ്ടിയില്ല, ഒരു ചാൻസ് കിട്ടിയാൽ ഓടിക്കും. എന്നാ ഓക്കെ. ഓക്കെ, താങ്ക് യു. അറ്റ്ലീസ്റ്റ് പറ, എവിടെയാ പോകുന്നേ? സമാധാനമായിട്ടിരിക്കും, ഞാനങ്ങനെ എവിടെ കൊണ്ട് കളയൊന്നുമില്ല. ശരി, ഫുൾ പ്ലാൻഡാന്ന് തോന്നുന്നല്ലോ. പിന്നെ 2 റൗണ്ട് റിഹേഴ്സലൊക്കെ ചെയ്തതല്ലേ. ആ ഇതാ കുഴപ്പം, ചിലപ്പോ സത്യം പറഞ്ഞ ആരും വിശ്വസിക്കൂല. പോവാ. ആ പോവാം. അങ്ങനെയൊന്നുമില്ല. ആദ്യമൊക്കെ ഭയങ്കര ഡയറ്റ് ഫോളോ ചെയ്യായിരുന്നു. എന്നിട്ടാ പിന്നെ തോന്നി ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്ന പോലെ ചെയ്താ നമുക്ക് എന്താ ഡിഫറൻസ്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമുള്ള എല്ലാം കഴിക്കും. പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്, അത്രേ ഉള്ളൂ. എനിക്കറിയാം, നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഇതുപോലെ വമ്പൻ ഡയറ്റൊക്കെ ആയിട്ട് ഒരാളെ. ഒരു 2 ആഴ്ച മുമ്പ് വരെ. എന്നിട്ടെന്താ ബാക്കിയുള്ളവരെ കൂടെ കളിയാക്കി വേർപ്പിച്ച് ഡയറ്റൊക്കെ പൊളിച്ചടുക്കി. ഡയറ്റും ഇല്ല, ഒന്നുമില്ല, നല്ല തീറ്റ. എടുക്കുന്നില്ലേ? ഏയ് അതങ്ങനെ അർജന്റുള്ള ഓളൊന്നുമില്ല. അതെ, ഈ വണ്ടി ഒന്ന് ഒതുക്കിക്കോട്ടെ. എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കോൾ ചെയ്യാൻ വേണ്ടിട്ടാ. എന്തെങ്കിലും പ്രശ്നമാണോ? അല്ല, പ്രശ്നമൊന്നുമില്ല. എനിക്ക് കുറച്ച് കാശ് തരാനുള്ള ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. അയാൾ അവിടെ ഈ ഭാഗത്ത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അയാളോട് സംസാരിക്കാൻ വേണ്ടേ. ഇവിടെ ഇരുന്ന് വിളിച്ചോളൂ, എനിക്ക് കുഴപ്പമില്ല. അതെന്താ അറിയോ, അപ്പോൾ അത് കേൾക്കുന്ന എനിക്ക് വലിയ താല്പര്യമില്ല. അയാൾ എന്നോട് റോങ് ആയിട്ട് വല്ലതും പറഞ്ഞാലേ ഞാൻ നല്ല തെറി പറയണം. ഒതുക്കാണേ, ഒരു മിനിറ്റ്. തെറി പറയരുത്, തെറി പറയരുത്. ഞാൻ ആ ധൃതിയിൽ വിട്ടുപാടെടുക്കാൻ. കാശ് വേറെ വല്ലതും ഉണ്ടോ? എടാ, എൻ്റെ എന്താ പറയാ, നീ തന്ന പൈസയും കാർഡും ഒക്കെ ആ പേഴ്സിനകത്താണ്. നന്നായി, ഇവിടെ സൂക്ഷിച്ചു വെച്ചോളാം. ഞാനിപ്പോ എന്ത് ചെയ്യും? നീ എവിടെ എത്തി? ഞങ്ങൾ ആ ഹോട്ടലിന്റെ അടുത്ത് എത്താറായി. എന്നൊരു പണി, നീ എങ്ങനെയെങ്കിലും കുറച്ച് നേരം പോസ്റ്റ് കൊടുക്ക്, ഞാൻ എങ്ങനെയെങ്കിലും എത്താൻ നോക്കാം. എങ്ങനെയാടാ ഒരാളെ പോസ്റ്റ് ആക്കുക? ഈയടാ പോസ്റ്റ് കൊടുക്കാൻ അറിയാത്ത മകൻ, നിനക്കത് പറ്റൂ. നീ വെച്ചോ, ഞാൻ വരാം. നീ പെട്ടെന്ന് വരൂലടാ. ആ എന്തായി? അതോ, അതാ പ്രൊഡ്യൂസർക്ക് എന്താ വലിയ കഷ്ടപ്പാടിലാണ് അയാളെന്നാ പറയുന്നത്. ഇതൊക്കെ അവരെ സ്ഥിരം നമ്പറാ. ആണോ? അയ്യോ, ഞാനാണെങ്കിൽ അയാളുടെ വിഷമം കണ്ടിട്ട് കാശ് വേണ്ടാന്ന് പറഞ്ഞു. അയ്യോ, എന്തിനാ അങ്ങനെ പറഞ്ഞേ? അത് ഈ പ്രൊഡ്യൂസർമാരൊക്കെ പണക്കാരാണെങ്കിലും പാവങ്ങളല്ലേ. ദീപു ഇത്രയും പാവം ആവരുത്. എന്താ ചെയ്യാ, ഞാൻ ചെറുപ്പത്തിലെ ഭയങ്കര പാവായി പോയി. അപ്പൊ പോയാലോ? പോവാം. അല്ല, നമുക്ക് വേണേ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ കറങ്ങിയിടുന്നിട്ട്. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് വലിയ ഹോട്ടലൊന്നും പോണ്ട. അയ്യോ പോണ്ട. എന്നാ ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. സ്ഥലം പറഞ്ഞോ, പക്ഷെ നമുക്ക് വേണേ ഇങ്ങനെ കുറച്ച് സമയമൊക്കെ ചെലവഴിച്ചിട്ട് മെല്ലെ പോവാം. ഭക്ഷണം കഴിക്കാൻ തിരക്കില്ല. അതൊന്നും പറ്റില്ല, എനിക്ക് നല്ലോണം വിശക്കുന്നു. ആണോ? എന്നാ പോ. ഞങ്ങൾ സ്ഥിരം പോകുന്ന സ്ഥലമുണ്ട്, അടിപൊളി ഫുഡാ. നല്ല സമയമാണ് ഇപ്പൊ.
വന്നിട്ടില്ലേ? ഏ? ഇവിടെ വന്നിട്ടില്ലേ? ഇല്ല ഇല്ല ഇവിടെ ഇല്ല. അതെന്താ, നിങ്ങൾ സിനിമക്കാര് ചെറിയ കടയിലൊന്നും പോവാറില്ലേ? അങ്ങനെയല്ല, ഇവിടെ വരുന്ന 13 സിനിമാക്കാരായിരിക്കും. ഞങ്ങളുടെ ഈ കഥാപാത്രങ്ങളും ജീവിതമൊക്കെ പഠിക്കാൻ വേണ്ടി. ഓ അങ്ങനെ. പിന്നെ നല്ല ഫുഡ് കഴിക്കാനും. അപ്പോൾ ഒരു മിനിറ്റ്, ഞാൻ ഒരു കോൾ ചെയ്തിട്ട് വരാം. ഓക്കെ. ദീപുനെന്താ വേണ്ടേ? ദീപുനെന്താ വേണ്ടേന്ന്? ചേട്ടാ ദോശയുണ്ടോ? ആ ഒരു 2 ദോശ. ഓക്കെ. 2 ദോശ മതിയോ? മതി, അത് മതി. വേറൊന്നും വേണ്ടേ? ഞാൻ അത്രേ കഴിക്കാറുള്ളൂ. എനിക്ക് പിന്നെ 2 പൊറോട്ടയും ഒരു ബീഫ് ഫ്രൈ. ശരി. ചേട്ടാ ഒരു മിനിറ്റ്, എന്നാ പിന്നെ എനിക്കും സെയിം പൊറോട്ടയും ബീഫും. എന്നാ പിന്നെ അത് ആദ്യം പറയായിരുന്നില്ലേ? അറിയാൻ കുറച്ച് വൈകിപ്പോയി. എന്ത്? അപ്പോ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ചെറിയൊരു അബദ്ധം പറ്റി. എന്താ? ഞാൻ കുറച്ച് ധൃതിയിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പേഴ്സ് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇവിടുത്തെ ബില്ല് അപ്രൂവ് ചെയ്യുമെന്ന്. അതിനെന്താ, അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഇതാണ് വലിയ കാര്യം. ബെസ്റ്റ്. ഞാനൊരു പിശുക്കനൊന്നും ആണെന്ന് വിചാരിക്കില്ലല്ലോ. ഞാനങ്ങനെ ഒന്നും കരുതില്ല. അത് മതി. ഈ പുറത്ത് കാണിക്കുന്ന നമ്പർ മാത്രമേ ഉള്ളൂ അല്ലേ? അല്ല, ഉള്ളിലെ ആള് നല്ല ഇമോഷൻ ആണല്ലോ. പേഴ്സൊക്കെ എടുക്കാൻ മറക്കുമ്പോൾ മാത്രം. ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഈ കാണിക്കുന്നൊന്നും അല്ല ആളെന്ന്. അത് ആദ്യം കണ്ടപ്പോൾ തന്നെ എന്നെ മുഴുവൻ മനസ്സിലായി എന്നാണോ പറയുന്നത്? ഇനിയും മനസ്സിലാക്കാൻ ടൈം ഉണ്ടല്ലോ. ഉണ്ടോ? ഫോണും തരുമോ? എന്തിനാ? അത് നമ്മുടെ അവി പാവം എൻ്റെ പേഴ്സും കൊണ്ട് നമ്മൾ ആദ്യം പോകാൻ ഉദ്ദേശിച്ച ഹോട്ടലിലേക്ക് ഓടിയിരുന്നു. എൻ്റെ ഫോണാണ് സ്വിച്ച് ഓഫ് ആയി. അവനൊന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ അവയ്ക്ക് അറിയാവോ എന്നെ കാണാൻ വന്ന കാര്യം? ആ, അവിക്കറിയാം. ഇനിയിപ്പോൾ എല്ലാവരും പറയാറോ അല്ലേ? എടാ അപ്പൊ പെട്ടെന്ന് കുറച്ച് ദേഷ്യം വന്ന് പോയി. അവിടെയുള്ള എല്ലാവരും അയ്യോ പോട്ടെ. ഇനി നീ ആ പാർലറിൽ പോകണ്ട, പ്രശ്നം തരുന്നില്ലേ? ബെസ്റ്റ് ഐഡിയ. എടാ നിനക്കൊരു കാര്യം അറിയോ? നിന്നെ ഞാൻ ആദ്യം കണ്ടപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തെന്താണെന്നറിയോ? നിന്റെ മുടി. ശരിക്കും ചുമ്മാ. ഞാനെന്തിന്റെ ചുമ്മാ പറയുന്നു? മുട്ടകളൊന്നും വന്നില്ലെങ്കിലും പെമ്പിള്ളേരുടെ മുടി എന്തൊരു അട്രാക്ഷനാണെന്നറിയോ? അതിങ്ങനെ കാറ്റത്ത് പാറി പറക്കുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ പിന്നെ പിടിച്ചാ കിട്ടൂല മോളെ. വെറുതെ പറയാ. ഞാനെന്തിനാ വെറുതെ പറയുന്നത്? പിന്നെ നിനക്ക് അഥവാ വെട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നോ പറയില്ലെന്ന് നിനക്കറിയാലോ. മനസ്സിലായി. ഇനി ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം നമ്മൾ തമ്മിൽ ഒരിക്കലും ഉണ്ടാവരുത്. ഇല്ല, ഇന്നോട്ട് നമ്മൾ ഡെയിലി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കും. അതിനുവേണ്ടി ടൈം കണ്ടെത്താം. ഓക്കെ? ഹാപ്പി? ഹാപ്പി. നീ എപ്പോഴും ഫുഡ് കഴിക്കാൻ പലഹാരത്തിൽ പോയത്? അത് പറയാൻ മറന്നു. ഇനിയോട്ടെല്ലാം പറയും. പോരെ? ഡീൽ. എന്താണ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞ കാമുകൻ എത്തിയല്ല? ഡേയ് പാത്രം കഴിയാ. പോടാ. എന്താടാ എന്ത്? കണ്ടിട്ട് അവളെന്തോ കാര്യമായിട്ട് പറഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ നീ കാര്യം പറഞ്ഞ? പിന്നെ അവള് ഇഷ്ടാന്ന് പറഞ്ഞ? അതുമില്ല. പിന്നെ ഇനി ഞാനൊന്നും പറയേണ്ട കാര്യമില്ല മോനെ. ഞാൻ പോട്ടെ. അദ്ദേഹം സംസാരിച്ച ഫീല് കളയണ്ട. ഇനി എന്തൊക്കെ സ്വപ്നങ്ങൾ കാണാനുള്ളതാണ് പറയാം. അത് അവൻ തന്നെയാണ്. ഇപ്പൊ ആകെ മൊത്തം ഒരു റൊമാൻറ്റിക് മൂവിയുടെ ഫീൽ ഉണ്ടല്ലേ നമ്മുടെ വീണ്ടും. ശരിയാ, നമ്മുടെ ഇവിടെ ഒരു റോംകോം സ്റ്റൈൽ തന്നെ ഉണ്ട്. കൈ തെറിച്ചു പോയിട്ടാ.